ക്യാൻസർ പ്രതിരോധം നമ്മുടെ കൈകളിലെ സുരക്ഷാ കവചം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഈ വർഷത്തെ തീം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ്. ഈ സന്ദേശവുമായി ലോകം ഈ ദിനം ആചരിക്കുമ്പോൾ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് ഓർമ്മപ്പെടുത്തും. ക്യാൻസർ കണക്കുകളിലെ ആശങ്ക. ക്യാൻസർ ഇന്നൊരു ആഗോള വെല്ലുവിളിയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ അതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിൽ ലോകാരോഗ്യ സംഘടന അഥവാ WHO കണക്കനുസരിച്ച് പ്രതിവർഷം ഏകദേശം 2 കോടിയിലധികം പേർ പുതുതായി ക്യാൻസർ ബാധിതരാകുന്നു. മരണകാരണങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഈ രോഗം. ഇന്ത്യയിൽ നോക്കിയാൽ ഓരോ വർഷവും 14 ലക്ഷത്തിലധികം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പുരുഷന്മാരിൽ ശ്വാസകോശ ക്യാൻസറും സ്ത്രീകളിൽ സ്ഥാനാർബുദവുമാണ് കൂടുതൽ കണ്ടുവരുന്നത്. കേരളത്തിൽ നോക്കിയാൽ കേരളത്തിൽ സ്ഥിതി അല്പം ഗൗരവമേറിയതാണ്. നമ്മുടെ മാറിയ ഭക്ഷണ രീതിയും ജീവിതശൈലിയും കാരണം പ്രതിവർഷം ഏകദേശം 50,000 മുതൽ 60,000 വരെ പുതിയ ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ജീവിതശൈലി രോഗങ്ങൾക്കൊപ്പം ക്യാൻസറും കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് വലിയൊരു ആരോഗ്യ വെല്ലുവിളിയാണ്. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ അഥവാ ഡയറ്ററി മോഡിഫിക്കേഷൻസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ക്യാൻസർ പ്രതിരോധത്തിൽ 30 മുതൽ 40% വരെ പങ്കുവഹിക്കുന്നുണ്ട്. സസ്യാധിഷ്ഠിത ഭക്ഷണം, പച്ചക്കറികൾ, പഴങ്ങൾ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ കോശങ്ങളുടെ നാശം തടയുന്നു. നാരുകൾ അടങ്ങിയ ഭക്ഷണം, തവിട് കളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ വൻകുടലിലെ ക്യാൻസർ തടയാൻ സഹായിക്കും. ഒഴിവാക്കേണ്ടവ സംസ്കരിച്ച മാംസം അഥവാ പ്രോസസ്ഡ് മീറ്റ്, സോസേജ്, ബേക്കൺ തുടങ്ങിയവ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അമിതമായ പഞ്ചസാരയും ഉപ്പും ഇവ നേരിട്ട് ക്യാൻസർ ഉണ്ടാക്കിയില്ലെങ്കിലും അമിതവണ്ണത്തിന് കാരണമാകുന്നു. ഇത് പലതരം ക്യാൻസറുകളിലേക്ക് നയിക്കാം. കരിഞ്ഞ ആഹാരങ്ങൾ, ഉയർന്ന താപനിലയിൽ വറുത്തതും കരിഞ്ഞതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ജീവിതശൈലി മാറ്റങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. രോഗം വരാനുള്ള സാധ്യത പകുതിയോളം കുറയ്ക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ സാധിക്കും. ലഹരി വർജനം, പുകയിലയുടെ ഉപയോഗം, മുറുക്കലും ഇതിൽ പെടുന്നു. ശ്വാസകോശം, വായ, തൊണ്ട എന്നിവിടങ്ങളിലെ ക്യാൻസറിന് പ്രധാന കാരണമാണ്. മദ്യപാനവും നിയന്ത്രിക്കേണ്ടതുണ്ട്. ശാരീരിക വ്യായാമം, ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് ശരീരത്തിലെ ഹോർമോൺ നില കൃത്യമാക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ശരീരഭാരം നിയന്ത്രിക്കുക. അമിതവണ്ണം, സ്ഥാനാർബുദം, വൃക്ക ക്യാൻസർ എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കേണ്ടത്. സൂര്യപ്രകാശം, അമിതമായ അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് ചർമ്മ ക്യാൻസറിന് കാരണമാവും. വെയിലത്തിറങ്ങുമ്പോൾ കുടയോ സൺസ്ക്രീനോ ഉപയോഗിക്കുക. കൃത്യമായ പരിശോധനകൾ. രോഗം ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ റെഗുലർ ബോഡി ചെക്കപ്പുകൾ അഥവാ സ്ക്രീനിങ്ങുകൾ സഹായിക്കും. ക്യാൻസർ എന്നത് ഒരു മരണവാർത്തയല്ല, മറിച്ച് നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ്. ബോധവൽക്കരണവും ശരിയായ ജീവിതശൈലിയും കൊണ്ട് നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാം. ആരോഗ്യകരമായ ഒരു നാളേക്കായി ഇന്നേ മാറ്റങ്ങൾ തുടങ്ങാം. താങ്ക് യു സോ മച്ച്.